ആലപ്പുഴ പുന്നപ്രയിലെ ശാന്തി ഭവനിലെത്തിയാൽ അടുക്കളയിൽ ചെറുപുഞ്ചിരിയോടെ അന്തേവാസികൾക്ക് ഭക്ഷണമൊരുക്കുന്ന മേരിയമ്മയെ കാണാം. യാതൊരു പ്രതിഫലവുമില്ലാതെ അന്തേവാസികളുടെ തൃപ്തിയോടെയുള്ള ചിരി മാത്രം പ്രതീക്ഷിച്ചാണ് 30 വർഷത്തോളമായി മേരിയമ്മ ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത്. പുന്നപ്രയിലെ ശാന്തി ഭവനത്തിൽ കനലെരിയുന്ന അടുപ്പിന് മുന്നിൽ അന്തേവാസികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് എപ്പോഴും മേരിയമ്മ. പുലർച്ചെ അടുക്കളയിൽ കയറിയാൽ 180ഓളം പേർക്കുള്ള പ്രഭാത ഭക്ഷണം രാവിലെ 8 മണിയോടെ മേശപ്പുറത്തെത്തിക്കും. 1:30യോടെ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ല് മുഴങ്ങുമ്പോൾ പാത്രങ്ങളിൽ വിളമ്പിയിരിക്കും. മീനോ ഇറച്ചിയോ ഊണിനൊപ്പം നിർബന്ധമായും ഉണ്ടാകും. മീനും ഇറച്ചിയും കഴിക്കാത്തവർക്ക് ശുദ്ധമായ പച്ചക്കറികളും ഉണ്ടാകും. ശേഷം അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ മുറിയിലെ ഒറ്റപ്പലക ബെഞ്ചിൽ മയക്കം. പിന്നീട് 4 മണിക്കുള്ള ചെറുകടിയും ചായയും നൽകാനുള്ള ഒരുക്കങ്ങൾക്ക് എഴുന്നേറ്റാൽ 8 മണിക്കുള്ള അത്താഴവും വിളമ്പിയതിനു ശേഷമാണ് ഒരു ദിവസത്തെ സേവനത്തിന്റെ വിളക്കണയുന്നത്. സഹായത്തിന് മറ്റുള്ളവരുണ്ടെങ്കിലും മേരിയുടെ കൈപുണ്യം ഭക്ഷണത്തിനും ഉണ്ടാവണമെന്ന നിർബന്ധമുണ്ട്. സ്ത്രീകളായ അന്തേവാസികളുടെ പരിചരണവും മേൽനോട്ടവും എല്ലാം മേരിയമ്മ നേരിട്ട് തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണെന്ന് മേരിയമ്മ പറഞ്ഞു. ഒത്തിരി സന്തോഷമാണ് ഇവർക്ക് വെച്ച് കൊടുക്കാനൊക്കെ. ദൈവം നമുക്ക് ചെയ്യാനായിട്ട് തന്നതുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നു. ആ ദൈവത്തിൻ്റെ ഒരു കൃപ എനിക്ക് വിട്ടു തന്നു, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പുന്നപ്ര പറവൂരിൽ തോട്ടുങ്കൽ അരളപ്പൻ സാറാമ്മ ദമ്പതികളുടെ 2ാമത്തെ മകളാണ് മേരി. ജനനത്തീയതി കൃത്യമായി അറിയില്ലെങ്കിലും 67 ഉണ്ടെന്നാണ് പറയുന്നത്. 1997 ജനുവരി 30-നാണ് ബ്രദർ മാത്യു ആൽബിൻ തെരുവിൽ അലയുന്നവർക്ക് അഭയകേന്ദ്രമായി പുന്നപ്രയിൽ സർവോദയ ശാന്തി ഭവൻ ആരംഭിച്ചത്. അന്നു മുതൽ ഇവിടെ അഭയം തേടുന്നവർക്ക് മേരി പോറ്റമ്മയാണ്. സ്ത്രീകളെ വൃത്തിയാക്കി പുത്തൻ വസ്ത്രമുടുപ്പിച്ച് ശുശ്രൂഷകൾ നടത്തുന്നത് മേരിയാണ്. അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കുഞ്ഞുമക്കൾക്ക് എന്ന പോലെ ആഹാരം വാരിക്കൊടുക്കാൻ മേരി തന്നെ വേണം. സംതൃപ്തിയോടുള്ള ചിരി മാത്രമാണ് മേരിയുടെ പ്രതീക്ഷ. മീഡിയ 1 ആലപ്പുഴ.